ഗൈസ്, അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മലയാളത്തിൽ പറയുന്നു ഓണമായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ തിരുവോണമായിട്ട് ഞങ്ങളുടെ തിരുവോണം ഇന്ന് ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് എവിടെയാണ്? എവിടെയായിരിക്കും? ഫുജേറയിലുള്ള നമ്മുടെ ജിതീഷിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇതേപോലെ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾക്ക് നമ്മളെന്താ കൊണ്ടുവന്നു? നമ്മളൊരു ഫാമിലി ഫ്രണ്ട് സെറ്റപ്പിലാണ് നമ്മൾ പോണത്. അപ്പൊ ഓരോരുത്തരും ഓരോ ഡിഷ്, പിന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ ഡിഷ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് അവിയലാണ്. ഓണത്തിന്റെ ഹൃദയമായ അവിയലാണ്. ഹൃദയഭാഗമായ അവിയൽ ഞങ്ങൾ എടുത്തിരിക്കുന്നു. അപ്പൊ അവിയൽ ഞങ്ങൾ അവിയൽ അവിടെ ചെമ്പിനകത്ത് ബാക്കിൽ ഇരിക്കുന്നുണ്ട്, കാണുന്നില്ല. അതുകൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അതുമായിട്ട് ഞങ്ങൾ ഫുജേറയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ആരെയാ മീറ്റ് ചെയ്യാൻ പോണത്? എക്സ് ബ്ലോഗറായ അബീബ് അരതി, റിട്ടയർ ആയി. അവരും നമ്മളെ പോലൊരു കുപ്പിളാണ്. അങ്ങനെ ആ കുപ്പിളിനെ നമുക്ക് കാണിക്കാം. അപ്പോ ഇനി അവരുടെ വീട്ടിലെത്തിയിട്ട് ബൈ ബൈ. അടിപൊളി ഔട്ട്ഫിറ്റ് ഒക്കെ ആണല്ലോ. താങ്ക് യു. എന്റെ അമ്മ വാങ്ങി തന്ന സാരി, എന്റെ അമ്മ കൊടുത്തുവിട്ട മാല, ഫാറൂഖ് വാങ്ങി തന്ന വള, പിന്നെ ഞാൻ. ഇതേപോലെ ഹാപ്പി ഓണം. ഇപ്പൊ ഞങ്ങൾ ആരതിയുടെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. കുപ്പിൾസിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അല്ല, ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഫുജേറയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് സ്പെഷ്യൽ? ദോശയും എല്ലാവരും ഓണം മൂഡിലാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടരുന്നതായിരിക്കും. ഓണം മൂഡ്. പറയാ അബി, ഇതാണ് നമ്മുടെ പോൾ ബാർബർ. എന്താണ് നിന്റെ ഓണത്തിന്റെ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് കഴിഞ്ഞ 2 വർഷം ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം അതിലും മികച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വേണ്ട. പിന്നെ വേറെന്താ? അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുജേറയിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം എന്താ? അല്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? എല്ലാ വർഷവും ഉണ്ടാക്കുന്ന സ്ഥിരമായി ഉണ്ടാക്കുന്ന ബീട്രൂട്ട് പച്ചടി, പിന്നെ ഒരു ചെറിയ എന്താണ് ക്യാബേജ് തോരൻ, പിന്നെ വേറെ പിന്നെ ആരതി നാട്ടിൽ നിന്ന് വർത്തിച്ച കലക്കാട്ടിലെ അവിയല്. അല്ല, ആരതി നാട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് വർദ്ധിച്ച കൊണ്ടാട്ടമുളക് ആണോ? നാട്ടിൽ നിന്നുണ്ടെന്നേ, ഹോം മെയ്ഡ് ഓർഗാനിക് സാധനം. നമ്മളിതേപോലെ വിജനതയുടെ തീരങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫുജേറയിലെ മണ്ണിലേക്ക് മലീഹ റോഡിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യണം. ഇനിയാണ് മലനിരകളിലെ അതീവ പ്രസരം ഉണ്ടാവുക. മറ്റേ അതിന്റെ മേളിൽ പോകണം കേട്ടോ. അല്ലെങ്കിൽ കൂടെ വണ്ടി ഓടിക്കണം. ഏതാണെന്നറിയോ? നമ്മുടെ മ്യൂസിക് റോഡിൽ മ്യൂസിക് ഉണ്ട് ഫുജേറ എത്തുമ്പോ. മരുഭൂമിയുടെ നടുക്കുള്ള മരപ്പച്ച ഇതിന്റെ ബാക്കിൽ ഇപ്പൊ ഇല്ലായിരുന്നു. ഇപ്പൊ ഓഫ് സീസൺ അല്ലേ? ഇപ്പൊ ആ ബിൽഡിങ്സ്, ആ ചെറിയ ഷെഡുകൾ കാണുന്നില്ല, അവിടെ എന്ത് ആഡ് ചെയ്തോ? ക്യാമ്പിംഗ് എക്സ്പീരിയൻസ്. അവിടെ കുറച്ച് ചെറിയ ഒയാസിസ് ഉണ്ട്. ലെഫ്റ്റിലോട്ട് നോക്കിയോ, കണ്ടോളൂ. ഒയാസിസ് മരം കാണുന്ന ഒയാസിസ്. ചുമ്മാ പറയാ തള്ളു. അത് കേട്ടിട്ട് നോക്കുന്നു. തള്ളിയൊക്കെ പറിച്ചേക്കും. അത് ആരതി നോക്കാത്തതുണ്ടോ? ആരതിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പണ്ട് അന്യൻ ബിൽഡിംഗ് കാണിച്ചു കൊടുത്തായിരുന്നു അതിലേക്ക്. കിസൈസിനൊരു ബിൽഡിംഗ് സ്റ്റെപ്പായിട്ടുള്ളത്. ഓടിക്കുമ്പോ അന്യൻ മറ്റേ വിക്രം ചാടി ഉണ്ട്. കിസൈസിലാ അവിടെ ഷൂട്ട് ചെയ്തത്. ഉണ്ട്. ഇനി അല്പം മ്യൂസിക് ആവാം നമുക്ക്. വേണമെങ്കിൽ നമുക്ക് ഓണം
ഇവിടെ തൊട്ടാണ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫുജേറ റോഡിൽ ഫുജേറ സിറ്റിക്കകത്തോട്ട് കയറാൻ ആണ് ഇതിനകത്തോട്ട് കയറ്റി. കണ്ട എങ്ങനെയാണ് മറ്റേ രാക്ഷസൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അതില് സൈക്കോപാത്ത് മറ്റേ വായിക്കുന്ന സാധനമുണ്ടോ? അതേപോലെ ടൂണത്. അതെന്തായിരിക്കും നീ പറയണ? അതെന്തായിരിക്കും സാധനം? അത് നമ്മൾ ഈ സാധാരണ ഇതടിക്കത്തില്ലേ, എന്താ നമ്മള് ഈ വൈറ്റ് അടിക്കുന്നത് കട്ടിയുള്ള പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു അതിന്റെ പല ചെറിയ ചെറിയ സ്ക്രിപ്റ്റ് അതടിച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇവിടെ എന്താ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്? ഓ ബാലുവിന്റെ ഫോട്ടോഷൂട്ട്. ജിതീഷിന്റെ വീട്ടിൽ ഇതേപോലെ അത്തപ്പൂക്കളം. ഹാപ്പി ഓണം. ഹായ് സേ ഹാപ്പി ഓണം ഗൈസ്. പറയണ നമ്മൾ വീട്ടിൽ കയറില്ല. ഹാപ്പി ഓണം. ഏത് മൂഡ്? ഓണം മൂഡ്. ഏത് മൂഡ്? അത്തം മൂഡ്. ഇത് കുറെ സോറി ഞാൻ പൊട്ടല. നമ്മളിതേപോലെ വീട്ടിലോട്ട് കയറുന്നു. വിദേശിന്റെ വീട്. ഹാപ്പി ഓണം ഗൈസ്. സേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പറയണ ഹാപ്പി ഓണം. ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി ഓണം. എല്ലാരും ഹാപ്പി ഓണം പറയണം. ഹാപ്പി ഓണം. അയ്യോ അതിനൊക്കെ കണ്ടില്ല. ഇതാരാ? ചേട്ടൻ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അവിയൽ നീ കൈയിട്ട് വാരി തിന്ന് കണ്ട പൊക്കി നിന്ന്. നീ ഒരു പൂക്കിയായിട്ടുണ്ട്. എൻ്റെ അതീനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവിയൽ നീ മൊത്തം വാരി തിന്നു. ഇല്ല, ഞാൻ ആണോ സേട്ടൻ? എന്താണ് സേട്ടൻ ഇവിടെ എല്ലാം അവിടെ അത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു? പ്രശ്നങ്ങളല്ല, അവിടെ അത്രയും ഓണാഘോഷങ്ങൾ നടക്കുന്നു. സേട്ടൻ എന്താണ് ഇവിടെ നോക്കുന്നത്? ഇവിടെ ഞാൻ നോക്കുന്നത് കടലിന്റെ അഗാധ നീലിമയിൽ ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ആസ്വദിക്കുന്നത്? കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ഓ മൈ ഗോഡ്, കിങ് ഫിഷ്. ചെറിയ കളികളില്ല, ചെറിയ കളികൾ, നമ്മൾ വലിയ കളികൾ മാത്രം. സദ്യയെക്കുറിച്ച് രണ്ട് വാക്ക്. ശ്രീധരൻ സദ്യയെക്കുറിച്ച് രണ്ട് വാക്ക്. അവിയലുണ്ട് ആണോ? അവിയൽ ഞങ്ങൾ ഇതേപോലെ ഫുഡൊക്കെ അടിച്ച് ഇതേപോലെ ഫുജറയിൽ നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല കറങ്ങി തിരിഞ്ഞ് നല്ല ഇറങ്ങി. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? നല്ല സദ്യ. ഇനി എങ്ങനെയാലും വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി. സാരി എടുത്ത് പോയ ഇതേപോലെ ഇവര് കാവടി ഉള്ളിൽ പോയപ്പോഴേ എനിക്ക് എപ്പോഴേ അറിയാമായിരുന്നു. കാവടി ഉള്ളിൽ പോയ ടീംസ് ആയിരുന്നു. ഓക്കെ കേട്ടാ മറ്റേ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചൊന്നുമല്ലേ, കാലി പൊലി ഒലി പോയി, കയ്യിലൊന്നുമില്ല, ഒരു ചാപ്പ് ചരുവായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഒരു ചരുവ. ഓണം കഴിഞ്ഞ
കഴിഞ്ഞതിന്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. അതിങ്ങനെ സക്സസ്ഫുൾ പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഓണസദ്യ അത്. അപ്പോൾ നല്ല ഓണസദ്യ കഴിച്ച് ഞങ്ങൾ ഇതേപോലെ നല്ല മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം We are wind upping guys. Okay, bye.